ഇവരാരും വെറുക്കല്ലേ. ഇവൻ രാജാവാണ്. ഇവൻ രാജാവാണ്. ദൈവത്തിന്റെ മകനാണ്. ഇവൻ ദൈവത്തിന്റെ മകനാണ്. ഇത് എന്താണ് ഇത്? കണ്ടില്ലേ, മോഹൻലാലിന്റെ തുടരുമെന്ന സിനിമ ഇപ്പോൾ നല്ല രീതിയിൽ തിയേറ്ററുകളിലൊക്കെ നിറഞ്ഞ കളക്ഷനായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന തിരക്കോട് തിരക്കാണ്. അപ്പോൾ ആ സിനിമ കണ്ട സന്തോഷത്തിൽ ഈ ആരാധകൻ പങ്കുവച്ചിരിക്കുന്നത് കണ്ടില്ല. അത് ആരാധകന്റെ മനസ്സിൽ നിന്ന് വരുന്ന സത്യസന്ധമായിട്ടുള്ള കരച്ചിൽ തന്നെയാണ്, അല്ലാതെ ഉണ്ടാക്കി കരയുന്നതോ അല്ലെങ്കിൽ അഭിനയിച്ച് കരഞ്ഞ് ഞാൻ എല്ലാവരും മുമ്പിൽ ഒന്ന് ഹീറോ ആവാൻ വേണ്ടി ചെയ്യുന്നതല്ല അദ്ദേഹം അത്രയേറെ ആ പടം കണ്ട ഏതൊരാൾക്കും മനസ്സിലാവും ആ സിനിമ അത്രയേറെ നല്ല പടമാണത്. തുടരുമെന്ന സിനിമയെക്കുറിച്ച് നമുക്ക് മോശമായിട്ട് ഒന്നും പറയാനില്ല. സൂപ്പർ പടമുണ്ടോ, ഞാനത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അത്രയേറെ ഇഷ്ടപ്പെട്ട സിനിമയാണ് തുടരും. ഈ സിനിമയുടെ സംവിധായകന് ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തേ പറ്റൂ. തരുൺ മൂർത്തിക്ക് അത്രയേറെ ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തേ പറ്റൂ. കാരണം അത്രയേറെ നന്നായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ തിരക്കഥ ഡിപ്പാർട്ട്മെന്റ് ചെയ്ത KR സുനിൽ എന്ന അദ്ദേഹത്തിനും കൂടിയാണ് ഈ ബിഗ് സല്യൂട്ട്. കാരണം ഈ രണ്ടുപേരും, തരുൺ മൂർത്തിയും KR സുനിലും നല്ല രീതിയിൽ എഴുതി അടിപൊളിയാക്കിയെടുത്ത സിനിമോട്ടോഗ്രാഫി ഷാജി കുമാർ സൂപ്പറാക്കി മാറ്റിയിരിക്കുന്നു. അത്രയേറെ സൂപ്പർ പടം, നല്ല പടം. ഒരു കുടുംബ പ്രേക്ഷകരൊക്കെ വന്നു കഴിഞ്ഞിട്ടല്ല, അവർ വീണ്ടും വരും. ആ പടം ഒറ്റ പ്രാവശ്യമല്ല, ഒരു 5 തവണയെങ്കിലും അവർ കണ്ടിരിക്കും. അവർക്ക് അത്രയേറെ സന്തോഷം നൽകുന്ന ഒരു ചിത്രമാണ് ഇത്. എത്ര കാലമായി ലാലേട്ടനെ ഈ തരത്തിലുള്ള ഒരു വേഷത്തിൽ കാണാൻ എല്ലാവരും കാത്തിരിക്കുന്നു. അപ്പൊ ആ സന്തോഷം ഇങ്ങനെ നിറഞ്ഞ് ഓരോരുത്തരുടെ വാക്കുകളിലായിട്ട് പുറത്തേക്ക് വരികയാണ്. അപ്പൊ ഈ ആരാധകൻ ഇവിടെ പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ നമുക്ക്, എൻ്റെ മനസ്സിൽ തോന്നിയത് അദ്ദേഹം ഒരിക്കലും അത് അഭിനയിച്ച് അല്ലെങ്കിൽ ഒന്ന് സോഷ്യൽ മീഡിയയ്ക്ക് മുന്നിലൊന്ന് ആളാവാൻ വേണ്ടി പറഞ്ഞതല്ല. അത് ഒരിക്കലുമല്ല. അദ്ദേഹം മോഹൻലാലിനെ സ്നേഹിക്കുന്നുണ്ട്. മലയാളികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. മലയാളികൾ ഓവറായിട്ടുള്ള ഇങ്ങനെ ആരാധന ഒന്നും കാഴ്ചവെക്കില്ല. പക്ഷെ അവർ കാഴ്ചവെക്കുമ്പോൾ ഉണ്ടല്ലോ, അത് അത്രയേറെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും. അത്രയേറെ ആവേശക്കാറ്റ് പോലെയായിരിക്കും അവരുടെ ആരാധന പ്രകടനം തന്നെ. ആരാധനാപാത്രമായ നടന്മാരെ അവർ അത്രയേറെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർ കണ്ട സിനിമകളിലെ കഥാപാത്രങ്ങൾ അത്രയേറെ അവരുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട്. അതാണ് അതിൻ്റെ സത്യം. ഓരോ കഥാപാത്രങ്ങൾക്കും ഓരോ ജീവനുണ്ട്. ആ ജീവൻ തുടിക്കുന്ന കഥാപാത്രങ്ങളുടെ ഡയലോഗുകൾ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞ് കിടക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മളൊരു അവസ്ഥയെ പോലും വീണ് പോകുമ്പോൾ ആ ഡയലോഗ് ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു കത്തുന്ന മോട്ടിവേഷൻ വാക്ക് പോലെ, ഉയർച്ച പോലെ നിവർന്ന് വന്നിട്ടുണ്ട്. അതൊരിക്കലും നമുക്ക് മാറ്റി പറയാനാവില്ല. അത് സത്യം തന്നെയാണ്. ഓരോ മലയാള ചിത്രങ്ങളും അത്രയേറെ നമുക്ക് വിലപ്പെട്ടതാണ്. മോഹൻലാലിന്റെ അഭിനയത്തിന് എന്തെങ്കിലും പാളിച്ച പറ്റിയോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല. അദ്ദേഹത്തിന്റെ അഭിനയത്തിന് ഒരു പാളിച്ചയും പറ്റിയിട്ടില്ല, ഒരു കുറവും പറ്റിയിട്ടുള്ള, ഒരു മങ്ങലും പറ്റിയുള്ള, ഒരു മായലും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന്റെ അഭിനയം അത്രയേറെ കിടുക്കില്ലാടി അഭിനയമാണ്. ഈ തുടരുമെന്ന സിനിമ ഒന്ന് കണ്ടു നോക്കൂ. അപ്പൊ നമുക്ക് മനസ്സിലാകും ലാലേട്ടൻ എന്ന അഭിനയ പ്രതിഭയുടെ ആ മൂല്യം എന്താണെന്ന്. അദ്ദേഹം അത്രയേറെ മലയാള സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള കത്തുന്ന ആവേശത്തിന്റെ കൊടുങ്കാറ്റാണ് മോഹൻലാൽ. ഈ ആരാധകൻ ബാക്കി പറഞ്ഞ കാര്യം കൂടി ഒന്ന് കേട്ടു നോക്കാം നമുക്ക്. പൈസ ചോദിച്ചിട്ടില്ല. ഞാൻ ഇതുവരെ പൈസ മേടിച്ചിട്ടില്ല. ഞാൻ പൈസ പറ്റിയിട്ടല്ല ഈ സംസാരിക്കുന്നത്. എൻ്റെ ചങ്കാണ്. കേൾക്കുന്നവർക്ക് പെട്ടെന്ന് ചിരി വരുമായിരിക്കും. അത് അദ്ദേഹം അങ്ങനെ ഇപ്പോൾ നമ്മൾ തിയേറ്ററിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ സിനിമ കണ്ടതിന് ശേഷം ഇറങ്ങി വരുമ്പോൾ ഇപ്പോൾ ഓരോരുത്തരായിട്ട് അവരവരുടേതായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രകടിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണിത്. പണ്ടൊന്നും അങ്ങനെ അത്ര പ്രകടനം ഉണ്ടായിരുന്നില്ല. കാരണം മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അതൊരു വലിയൊരു തോന്നലായിട്ട് ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയായിരുന്നു എല്ലാവരുടെ ഉള്ളിൽ. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ആരെന്ത് വിചാരിച്ചാലും ഒരു കുഴപ്പമില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ തുറന്നു പറയും. ഞാനിവിടെ എല്ലാവർക്കും മുന്നിൽ നിന്ന് തന്നെ അത് പറയും എന്ന തരത്തിലാണ് എല്ലാവരും അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇവിടെ തുറന്നു പറയുകയാണ്, ഞാൻ പൈസ മേടിച്ചിട്ടല്ല ഇങ്ങനെ ഒന്നും പറയുന്നത്, എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണ് ഞാനിവിടെ പങ്കുവയ്ക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് സത്യം തന്നെയാണ്. കാരണം അദ്ദേഹം അത്രയേറെ മോഹൻലാൽ എന്ന നടനെ ഇഷ്ടപ്പെടുന്നു, അഭിനയത്തെ ഇഷ്ടപ്പെടുന്നു. ഈ തുടരുമെന്ന ചിത്രത്തിൽ അദ്ദേഹം കണ്ട മോഹൻലാലിന്റെ അഭിനയം അത് അദ്ദേഹത്തിന് അത്രയേറെ കരയിപ്പിച്ചിട്ടുണ്ട്, സങ്കടപ്പെടുത്തിയിട്ടുണ്ട്, ഉള്ളിൽ തട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ആരാധകൻ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെതായ മനസ്സിലുള്ള ആ ഒരു കാര്യം ഇവിടെ ഇങ്ങനെ പങ്കുവച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്, എല്ലാവരുടെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ലാലേട്ടനോടുള്ള സ്നേഹം. അതൊരിക്കലും പോകില്ല, ഒരിക്കലും മാഞ്ഞു പോകില്ല, ഒരിക്കലും നഷ്ടപ്പെടില്ല. ലവ് യു മോഹൻലാൽ.